കേരള യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം വർഷ MBA വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ പരീക്ഷ നടക്കുന്നതിനിടെയാണ് നാലാം സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിലവിൽ നാലാം സെമസ്റ്റർ പരീക്ഷയുടെ ക്ലാസുകൾ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി. ഇപ്പം കറന്റ് നമുക്കിപ്പോൾ തേർഡ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിയാണ് തിയറി എക്സാം തീരുന്നത്. 28-ാം തീയതി വൈവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകിട്ടാണ് ഫോർത്ത് സെമസ്റ്റർ എക്സാം 21-ാം തീയതി തുടങ്ങുന്നതെന്ന് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് തിയറി കഴിഞ്ഞ് 10 ദിവസം പോലും ഗ്യാപ്പില്ല ഫോർത്ത് സെമസ്റ്റർ എക്സാം അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ തന്നെ 28-ാം തീയതിയാണ് വൈവ. അതായത് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഫോർത്ത് സെമസ്റ്റർ എക്സാം നടത്താൻ പോകുന്നത്. സോ ഇത് യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് ഇതുവരെയ്ക്കും ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടില്ല. അവരെ നമുക്കൊരു അക്കാഡമിക് കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. നമ്മൾ ചോദിച്ചു നമ്മൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ടും ബാക്കി എക്സാംസ് എല്ലാം കറക്റ്റ് ടൈമിനാണോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവർ തന്ന മറുപടി എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി, ഇനി മുതൽ ശരിയാക്കാൻ തോന്നി, അതുകൊണ്ട് അവരിപ്പോൾ മുതൽ അത് ശരിയാക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ദിവസത്തെ ക്ലാസ് പോലും നമുക്ക് കണ്ടക്ട് ചെയ്തിട്ടില്ല. ജൂനിയർ ആയിട്ടുള്ള ബാച്ച് 2024-26 ബാച്ചുകാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അക്കാഡമിക് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള 22-24 ബാച്ചിനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത് MBA 2023-25 ബാച്ചാണ്. നമുക്ക് അവർ ഒഫീഷ്യലി ഇതുവരെ ഒരു അക്കാഡമിക് കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടില്ല. എല്ലാ കോളേജിലും അന്വേഷിച്ചു. ഞങ്ങളെ മിക്ക കോളേജിലും വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഇതാണ് പറയുന്നത്. അവരെല്ലാവരും ഈ ഫിയറിൽ നിൽക്കുകയാണ്. ഈ എക്സാം പെട്ടെന്ന് വന്നിട്ട്, അതുമല്ല ഈ എക്സാമിൻ്റെ ഫീസ് അടങ്ങിയ ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസമാണ്. അടുത്ത മാസമല്ല, ജൂലൈ ഓഗസ്റ്റിലാണ്. അതിൻ്റെ സൂപ്പർ ഫൈൻ ചേർത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് MBA വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം. ഈ വിഷയം ഗൗരവത്തോടുകൂടി അധികൃതർ ഏറ്റെടുക്കേണ്ടതാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ലൈന ജയരാജ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.